അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് തയ്യാറാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ പുട്ടിന് വേണ്ടിയിട്ട് നനച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് പുട്ടിന് വേണ്ടിയിട്ട് നനച്ചെടുക്കാം. പുട്ടുപൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ അരിപ്പൊടിയിൽ ചോറ് അരച്ച് ചേർത്തിട്ടോ എങ്ങനെ വേണേലും നമുക്ക് പുട്ടിന് വേണ്ടി നനച്ചെടുക്കാം. അപ്പോൾ പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. വറുക്കൊന്നും ചെയ്യാത്ത സാധാരണ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. മട്ട അരിയുടെ ചോറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ചോറാണുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി കൂടുതൽ സമയം മിക്സിയിലിട്ട് അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. കൂടുതൽ സമയം അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് കട്ടിയായി പോകും. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്നങ്ങ് കറക്കിയെടുക്കാം. മിക്സിയിൽ ഉണ്ടാവുന്ന പൾസ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ല പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു വെക്കുമ്പോൾ ഷേപ്പായി കിട്ടുന്നുണ്ടെങ്കിൽ നനവൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ടെന്നാണ്. ഷേപ്പായി കിട്ടാതെ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വറ്റി ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് കറക്കിയെടുത്താൽ മതി. നമ്മുടെ ഈ പുട്ടുപൊടി ആവശ്യത്തിന് നനവൊക്കെ ആയിട്ട് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കട്ടകളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ പുട്ടുപൊടിയൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ നല്ല തരിതരിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മളിത് സാധാരണ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വർക്കൊന്നും ചെയ്യാത്ത സാധാരണ പച്ചരിപ്പൊടി. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പുട്ടുപൊടി ഇല്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി 2-3 പച്ചമുളക് ചേർക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം വറ്റൽമുളക് ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് ഉള്ളത്. തേങ്ങ ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ തോരനൊക്കെ തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങയുടെ കൂടെ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തേങ്ങ ഒറ്റയ്ക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമ്മൾ സാധാരണ തോരനൊക്കെ ചെയ്യുന്ന പോലെ ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പോ എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവ് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളകോ അല്ലെങ്കിൽ ചതച്ച വറ്റൽമുളകോ ചേർത്ത് കൊടുക്കാം. ഈ പുട്ടിൻ്റെ കളറ് മാറിപ്പോകണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിതിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും ചേർക്കാത്തത്. ഇപ്പോൾ നമ്മുടെ ഈ മസാല ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി വന്ന ശേഷം ഇത് നമ്മൾ നേരത്തെ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് പതുക്കെ ഈ മസാല ഈ പുട്ടുപൊടിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ പുട്ടുപൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ചേർത്താൽ മതി കേട്ടോ. നമ്മൾ മസാലയിലൊക്കെ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം.
ഞാൻ ഈ പുട്ടിന് ഇടയിലൊന്നും തേങ്ങ ചേർത്ത് കൊടുക്കാതെ ഒരു പുട്ടായിട്ട് അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ ഇടയിലൊക്കെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പുട്ടുപൊടി പുട്ടുകുറ്റിയിൽ നിറച്ചിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുട്ടിന് മുകളിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. അപ്പോൾ പുട്ടുകുടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച ശേഷം അതിന് മുകളിൽ പുട്ടുകുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി വന്നിട്ട് 1 മിനിറ്റും കൂടെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കറികളൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ പുട്ടുപൊടി വെച്ചിട്ട് നമുക്കിതുപോലെ 3 കുറ്റി പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പുട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.